السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം 1000 ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയ ഒരു നിസ്കാരത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് നടക്കാൻ, പെട്ടെന്ന് പൂർത്തിയാകാൻ പറ്റിയ എളുപ്പമുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവർക്കൊക്കെയും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചില ആളുകൾക്ക് കടമുണ്ട്. ആ കടത്ത് എങ്ങനെയാണ് പെട്ടെന്ന് വീടുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചില ആളുകൾക്ക് വീടില്ല, പെട്ടെന്ന് നല്ലൊരു വീടുണ്ടാക്കി ഭാര്യ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം താമസിക്കണം. ജോലിയില്ലാത്തവര് നല്ല ജോലി ലഭിക്കാൻ, മക്കളില്ലാത്തവര്, അതുപോലെ തന്നെ പഠനത്തിൽ ഉന്നതമായ പഠനം ആഗ്രഹിക്കുന്നവര്, അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത വിവാഹം ശരിയാകാന് ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. അതൊക്കെയും പെട്ടെന്ന് നടക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ്, നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയ ഒരു നിസ്കാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഇസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം, ബിസ്സബ്രി, ക്ഷമ കൊണ്ടും, വസ്വലാത്തി, നിസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചോ, അള്ളാഹു പെട്ടെന്ന് അതെനിക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ ആവശ്യങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും, പൂർത്തിയാക്കി തരും. മറ്റൊരാഴ്ച കാണാം, വസ്തഈനു ബിസ്സബ്രി വസ്വലാഹ്, നിങ്ങൾ അവിടെയും പറഞ്ഞത് സ്വബർ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശഈൻ, ഖാശഈങ്ങൾക്കല്ലാത്തവർക്ക് നിസ്കാരം വളരെ എളുപ്പമാണ്. വഇന്നഹാ ലകബീറത്തുൻ, അത് വലിയ വിഷയമാണ്. ഇല്ല അലൽ ഖാശഈൻ, ഖാശഈൻ ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് അത് വലിയ ഒരു വിഷയമാണ് നിസ്കാരം. അപ്പൊ എന്ത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും നാം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ഹസ്ബു അംറുൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമം തോന്നിയാൽ, പ്രയാസം തോന്നിയാൽ, ഫഅഇദ സ്വലാത്ത്, ഉടനെ തന്നെ നിസ്കാരത്തിലേക്ക് ഓടിപ്പോകും, പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കും. അതോടെ റസൂലുള്ളാഹിന്റെ എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടും. അവസാബു ബിൽ ഹമ്മി, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ റസൂലുള്ളാഹിക്ക് വന്നാൽ, എത്തിയാൽ, ലജാ ഇല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് ഓടും. കാരണം ലിഅന്ന ഫിസ് സ്വലാത്തി റാഹ വഖുറത ഐനിൻ ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നല്ല മനസ്സമാധാനം കിട്ടുന്നത്, കണ്ണിന് കുളിർമയുണ്ടാകുന്നത് നിസ്കാരത്തിലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ഏറെ ഇഷ്ടം വെക്കുന്നത് 3 കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാമത്തത് വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കരിക്കാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്, നിസ്കാരത്തിൽ എനിക്ക് കൺകുളിർമയാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട്, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഉടനെ നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതോടെ റസൂലുള്ളാഹിന്റെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ടെൻഷനുകളും അള്ളാഹു നീക്കിക്കൊടുക്കും. അപ്പൊ നിസ്കാരം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, അതിന്റെ നല്ല ഇഖ്ലാസോടുകൂടെ
നാം നിസ്കരിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കിത്തരും. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കിത്തരും. മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം, ഖിളർ നബി അലൈഹിസ്സലാം നബിയാണെന്നും വലിയാണെന്നും എന്ന് തർക്കമുള്ള ഒരു മഹാനാണ് ഖിളർ നബി. നമുക്കും പറയുന്നത് ഖിളർ നബി എന്നാണ്. അപ്പൊ ഖിളർ നബി അലൈഹിസ്സലാമിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ 1000 ആവശ്യങ്ങള് പെട്ടെന്ന് പൂർത്തിയാകാൻ, പെട്ടെന്ന് നടക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ആ വന്നവനോട് പറഞ്ഞു, സ്വല്ലി റക്അതൈനി, നീ 2 റക്അത്ത് നിസ്കരിക്കണം. ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രി. ബഅദ അൻ തുഗ്തസില, നീ കുളിച്ചതിന്റെ ശേഷം വെള്ളിയാഴ്ച രാത്രി നീ 2 റക്അത്ത് നിസ്കരിക്കണം. ഇഖ്റഅ ഫി റക്അത്തിൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം നീ ഫാത്തിഹ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതി. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 10 മറ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് 10 വട്ടം നീ ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് 10 വട്ടം ഓതണം. ഖുൽ യാ അൽ കാഫിറൂൻ എന്നുള്ള സൂറത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ അവൻ ഒരിക്കലും അവിശ്വാസത്തിലേക്ക് പോകില്ല എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അത് അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. വഫി റക്അത്തി സാനിയ, രണ്ടാമത്തെ റക്അത്തിൽ നീ ഫാത്തിഹയ്ക്ക് ശേഷം വഖുൽ ഹുവല്ലാഹു അഹദ് 10 മറ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് ചെറിയ സൂറത്താണെങ്കിലും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ഹീന യദ്ഖുലു മൻസിലഹു, ആരെങ്കിലും വീട്ടിൽ പ്രവേശിക്കുന്ന സമയം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നഫസൽ ഫഖ്റു അൻ അഹ്ലി ദാലിക്കൽ മൻസിൽ, ആ വീട്ടുകാരിൽ നിന്ന് അല്ലാഹു ദാരിദ്ര്യം എടുത്തു കളയും. ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല, പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകൂല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത്രയും മഹത്വമുള്ള സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒറ്റ തവണ ഓതിയാൽ ഖുർആൻ 1/3 തവണ എന്ന് പറഞ്ഞാൽ 10 ജുദ് ഓതിയതിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 10 വട്ടം ഓതുക. അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം സുമ്മ ഖുൽ, എന്നിട്ട് നീ പറയണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 മറ. സലാം വീട്ടിയതിന്റെ ശേഷം 10 വട്ടം നീ ചൊല്ലണം. അതിന്റെ ശേഷം സുമ്മ ഖുൽ, നീ പറയണം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ എന്നുള്ള ഈ ദുആ, ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദുആയാകുന്നു. ഈ ദുആ 10 മറ, ഇതും 10 വട്ടം ചൊല്ലണം. സുമ്മ സൽ ഹാജത്തുക, എന്നിട്ട് നീ അല്ലാഹുവിനോട് നിന്റെ ആവശ്യം ചോദിക്കുക. തുഖ്ലി, നിന്റെ ആവശ്യം അല്ലാഹു ഏറ്റെടുക്കും. ആവശ്യം അല്ലാഹു പൂർത്തിയാക്കി തരും, പെട്ടെന്ന് ആശലാകും ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഖിളർ നബി അലൈഹിസ്സലാമിനോട് 1000 ആവശ്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ, പെട്ടെന്ന് പൂർത്തിയാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച മനുഷ്യനിക്ക് ഖിളർ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ഒരു നിസ്കാരമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് നമുക്കും ചെയ്യാം. ഏറ്റവും നല്ലത് ഇത് ചെയ്യാൻ, ഈ നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാത്രിയാണ്. എപ്പോഴും നമുക്ക് ചെയ്യാം, പക്ഷെ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാത്രിയാണ്. ദുആക്ക് ഇജാബത്തുള്ള ദിവസമല്ലേ വെള്ളിയാഴ്ച രാത്രി. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും, ഒരു വെള്ളിയാഴ്ച രാത്രിയെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കാൻ നാം സമയം കണ്ടെത്തുക. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവലാദികൾ, വേവലാദികൾ, ടെൻഷനുകൾ എല്ലാം അള്ളാഹുവിനോട് നാം ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നാം അറിയുന്ന ഭാഷയിൽ, നമുക്കറിയുന്ന ലാംഗ്വേജിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഏറ്റെടുത്ത് നമുക്ക് എളുപ്പമാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് അള്ളാഹു അസ്സലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.